भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ അഷ്ടഷഷ്ടിതമോऽധ്യായ. ശ്രീശുക ഉവാച. ദുര്യോധനസുതാം രാജൻ ലക്ഷ്മണാം സമിതിഞ്ജയ സ്വയംവരസ്ഥാമഹരൽ ജാംബോ ജാംബവതീ സുത. കൗരവാ കുപിതാ ഊചുർദുർവിനീതോയമർഭക കദർദ്ധീകൃത്യ നഃ കന്യാമകാമാമഹരൽ ബലാൽ. ബധ്നീതേമം ദുർവിനീതം കിം കരിഷ്യന്തി വൃഷ്ണയാ യേസ്മൽ പ്രസാദോപചിതാം ദത്താം നോ ഭുഞ്ജത്തെ മഹീം. നിഗൃഹീതം സുതം ശ്രുത്വാ യദ്യേഷ്യന്തീഹ വൃഷ്ണയാ ഭഗ്നദർപ്പാ ശമം യാന്തി പ്രാണാ ഇവ സുസംയതാ. ഇതി കർണശലോ ഭൂരിർയജ്ഞകേതുഃ സുയോധന സാംബമാരേഭിരേ ബദ്ധും കുരുവൃദ്ധാനുമോദിത. ദൃഷ്ട്വാനുധാവതഃ സാംബോ ധാർത്തരാഷ്ട്രാൻ മഹാരഥ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹ ഇവൈകല. തം തേ ജിഘൃക്ഷവ ക്രുദ്ധാസ്തിഷ്ഠതിഷ്ഠേതി ഭാഷിണ ആസാദ്യ ധന്വിനോ ബാണൈ കർണാഗ്രണ്യസമാകിരൻ. സോപവിദ്ധ കുരുശ്രേഷ്ഠ കുരുഭിർയദുനന്ദന നാമൃഷ്യത്തതചിന്യാർഭ സിംഹ ക്ഷുദ്രമൃഗൈരിവ. വിസ്ഫൂർജ്യ രുചിരം ചാപം സർവാൻ വിവ്യാധസായകൈ കർണാദീൻ ഷഡ്രഥാൻ വീരസ്താവദ്ഭിർയുഗപത് പൃഥക്. ചതുർഭിശ്ചതുരോ വാഹാനൈകൈകേന ച സാരഥീൻ രഥിനശ്ച മഹേശ്വാസാംസ്തസ്യ തൽ തേഭ്യ പൂജയൽ. തം തു തേ വിരഥം ചക്രുശ്ചത്വാരശ്ചതുരോ ഹയാൻ ഏകസ്തു സാരഥിം ജഘ്നെ ചിച്ഛേദാന്യശരാസനം. തം ബദ്ധ്വാ വിരഥീകൃത്യ കൃച്ഛ്രേണ കുരവോ യുധി കുമാരം സ്വസ്യ കന്യാം ച സ്വപുരം ജൈനോ വിശൻ. തച്ഛ്രുത്വാ നാരദോക്തേന രാജൻ സഞ്ജാതമന്യവ കുരൂൻ പ്രത്യുദ്യമം ചക്രുരുഗ്രസേന പ്രചോദിത. സാന്ത്വയിത്വാ തു താൻ രാമാസന്നദ്ധാൻ വൃഷ്ണിപുങ്കവാൻ നൈച്ഛൽ കുരൂണാം വൃഷ്ണീനാം കലിം കലിമലാപഹ. ജഗാമഹാസ്തിനപുരം രഥേനാദിത്യവർച്ചസ ബ്രാഹ്മണൈ കുലവൃദ്ധൈശ്ച വൃതശ്ചന്ദ്ര ഇവ ഗ്രഹൈ. ഗത്വാ ഗജാഹ്വയം രാമോ ബാഹ്യോപവനമാസ്ഥിത
ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രം ബുഭുത്സയാ. സോഭിവന്ദ്യാംബികാപുത്രം ഭീഷ്മം ദ്രോണം ച ബാഹ്ലികം ദുര്യോധനം ച വിധിവൽ രാമമാഗതമബ്രവീൽ. തേഭി പ്രീതാസ്തമാകർണ്യ പ്രാപ്തം രാമം സുഹൃത്തമം തമർച്ചയിത്വാഭിയയു സർവേ മംഗളപാണയ. തം സംഗമ്യ യഥാന്യായം ഗാമർഘ്യം ച ന്യവേദയൻ തേഷാം യേ തൽപ്രഭാവജ്ഞാ പ്രണേമു ശിരസാ ബലം. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമധോ രാമോ ബഭാഷയ വിക്ലവം വച. ഉഗ്രസേനക്ഷിതീശേഷോ യദ്വാജ്ഞാപയൽ പ്രഭു തദവ്യഗ്രധിയ ശ്രുത്വാ കുരുദ്ധം മാ വിളംബിതം. യദ്യൂയം ബഹവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അബധ്നീതാഥ തന്മൃഷ്യേ ബന്ധൂനാമൈക്യകാമ്യയാ. വീര്യശൗര്യബലോന്നദ്ധമാത്മശക്തിസമം വച കുരവോ ബലദേവസ്യ നിശാമ്യോചു പ്രകോപിത. അഹോ മഹച്ചിത്രമിദം കാലഗത്യാ ദുരത്യയാ ആരുരുക്ഷത്യുപാനദ്വൈ ശിരോ മുകുടസേവിതം. ഏതേ യൗനേന സംബദ്ധാ സഹശയ്യാസനാശനാ വൃഷ്ണയസ്തുല്യതാം നീതാ അസ്മദ്ദത്തനൃപാസന. ചാമരവ്യജനേ ശംഖമാതപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ജന്ത്യസ്മദുപേക്ഷയാ. അലം യദൂനാം നരദേവലാഞ്ഛനൈർദാതു പ്രതീപൈ ഭണിനാമിവാമൃതം യേസ്മൽ പ്രസാദോപചിതാ ഹി യാദവ ആജ്ഞാപയന്ത്യദ്യഗതത്ര പാപത. കഥമിന്ദ്രോപി കുരുഭിർഭീഷ്മദ്രോണാർജുനാദിഭി അദത്തമവരുന്ധീത സിംഹഗ്രസ്തമിവോരണ. ശ്രീശുക ഉവാച ജന്മബന്ധുശ്രിയോന്നദ്ധമദാസ്തേ ഭരതർഷഭ ആശ്രാവ്യ രാമം ദുർവാച്യമസഭ്യ പുരമാവിശൽ. ദൃഷ്ട്വാ കുരൂണാം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചാച്യുത അവോചൽ കോപസംരബ്ധോ ദുഷ്പ്രേക്ഷ്യ പ്രഹസന്മുഹു. നൂനം നാനാമതോന്നദ്ധാ ശാന്തിം നേച്ഛന്ത്യ സാധവ തേഷാം ഹി പ്രശമോ ദണ്ഡ പശൂനാം ലഘുഡോ യഥാ. അഹോ യദുൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈ സാന്ദയിത്വാഹമേതേഷാം ശമമിച്ഛന്നിഹാഗത. തൈമേ മന്ദമതയാ കലഹാഭിരതാഖല തം മാമവജ്ഞായ മുഹുർദുർഭാഷാൻ മാനിനോ ബ്രുവൻ. നോഗ്രസേന കില വിഭുർഭോജവൃഷ്ണ്യന്ധകേശ്വര ശക്രാദയോ ലോകപാല യസ്യാദേശാനുവർത്തിന. സുധർമാക്രമ്യത്തെ യേന പാരിജാതോമരാഘ്രിപ ആനീയ ഭുജ്യത്തെ സോസൗ ന കിലാധ്യാസനാർഹണ. യസ്യ പാദയുഗം സാക്ഷാൽ ശ്രീരൂപാസ്തേഖിലേശ്വരി സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. യസ്യാഘ്രിപങ്കജരജോഖിലലോകപാലൈർ മൗല്യുത്തമൈർധൃതമുപാസിതതീർത്ഥതീർത്ഥം ബ്രഹ്മാ ഭവോഹമപി യസ്യ കലാകലായാ ശ്രീശ്ചോദ്വഹേമ ചിരമസ്യ നൃപാസനം. ക്വാ ഭുഞ്ജത്തെ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവശ്ശിര. അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധാ ഗിരോരൂക്ഷാക്ക സഹേതാനുശാസിത. അദ്യ നൗഷ്കാരവിം പൃഥ്വിം കരിഷ്യാമീത്യമർഷിത. ഗൃഹീത്വാ ഫലമുത്തസ്ഥൗ ദഹന്യവ ജഗത്രയം ലാംഗലാഗ്രേണ നഗരമുദ്വിദാര്യ ഗജാഹ്വയം വിചകർഷസ ഗംഗായാം പ്രഹരിഷ്യന്നമർഷിത. ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവാ ജാതസംഭ്രമാ.
തമേവ ശരണം ജഗ്മു സകുടുംബാജിജീവിഷവ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം സ്ഥിത്യുൽപത്യപ്യയാനാം ത്വമേകോ ഹേതുർനിരാശ്രയ ലോകാൻ ക്രീഡാനകാനീശ ക്രീഡതസ്തേ വദന്തി ത്വമേവ മൂർധ്നീതമനന്തലീലയാമു ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ചയ സ്വാത്മനിരുദ്ധ വിശ്വ ശേഷേ ദ്വിതീയ പരിശിഷ്യമാണ കോപസ്തേഖില ശിക്ഷാർത്ഥം ന ദ്വേഷാൻ ന ച മത്സരാൽ ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തൽപരാ നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാ. ശ്രീശുക ഉവാച ഏവം പ്രപന്നൈ സംവിഘ്നൈർവേപമാനായ നൈർബല പ്രസാദിത സുപ്രസന്നോ മാ ഭൈഷ്ടേത്യഭയം ദദൗ ദുര്യോധന പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശശതാന്യയുധാനി തുരംഗമാൻ രഥാനാം ഷട്സഹസ്രാണി രൗമാണം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സല പ്രതിഗൃഹ്യതു തൽസർവം ഭഗവാൻ സാത്വതർഷഭ സസുത സസ്നുഷപ്രായാൽ സുഹൃദ്ഭിരഭിനന്ദിത തതപ്രവിഷ്ട സ്വപുരം ഹലായുധ സമേത്യ ബന്ധൂനനുരക്തചേതസ ശശംസ സർവം യദുപുങ്കവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം അദ്യാപി ച പുരം ഹ്യേതൽ സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്തും യാമനുദൃശ്യത്തെ. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ഹാസ്തിനപുരകർഷണരൂപസംഘർഷണവിജയോ നാമ അഷ്ടഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 659 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 10 സ്കന്ധത്തിലെ 68 അധ്യായം ജാംബവതീസുതനായ സാംബൻ ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ രാക്ഷസവിധിപ്രകാരം വിവാഹം ചെയ്തതായിട്ടുള്ള കഥ. അതോടൊപ്പം തന്നെ ബലരാമന്റെ പരാക്രമത്തെക്കുറിച്ചും അവിടെ വർണ്ണിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്തത്. ശ്രീശു ബ്രഹ്മശ്രീ പറയാനായിട്ട് ആരംഭിച്ചു. ദുര്യോധനസുതാം രാജൻ ലക്ഷ്മണാം സമിതിഞ്ജയ സ്വയംവരസ്ഥാമഹരൽ സാംബോ ജാംബവതി സുത. ലയോ പരീക്ഷത്തെ, സമിതിഞ്ജയ യുദ്ധത്തിൽ ജയിക്കുന്ന സ്വഭാവമുള്ള ജാംബവതിയുടെ പുത്രനായ സാംബൻ സ്വയംവരസ്ഥാം ദുര്യോധനസുതാം കല്യാണമണ്ഡപത്തിൽ നിൽക്കുന്ന ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ അഹരൽ അവിടെ അപഹരിച്ചു. ഇവിടെ ജാംബവതി പുത്രനാണ് സാംബൻ. മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന കന്യകയെ കല്യാണമണ്ഡപത്തിൽ വന്ന് രാക്ഷസവിധി പ്രകാരം അപഹരിച്ചു.
കൗരവാ കുപിതാ ഊചുർദുർവിനീതോയമദ്ഭക കദർധീകൃത്യ നഃ കന്യാമകാമാമഹരൽ ബലാൽ ദുർവിനീതഃ. ഈ ദുസ്വഭാവിയായ അയം അർഭക, ഈ കുട്ടി എന്നാണ് പറയണത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ നമ്മളെ കദർധീകൃത്യ, നമ്മളെയൊക്കെ വെറും നിസ്സാരന്മാരാക്കിയിട്ട് അകാമാം കന്യ, ഒട്ടും തന്നെ ആ സാമ്പനിൽ കാമമില്ലാത്ത ആഗ്രഹമില്ലാത്ത കന്യകയെ ബലാത്കാരേണ അപഹരിച്ചു. കൗരവന്മാര് കോപിച്ചും കൊണ്ട് കുപിതാ ഊചു, ദേഷ്യപ്പെട്ടും കൊണ്ട് അവര് പറയുകയാണ് ഇത്തരത്തിൽ. ദുര്യോധനാദികളാകുന്ന കുരുവംശ രാജാക്കന്മാര് കോപിച്ചു. ദാ നോക്കൂ, ഈ ദുസ്വഭാവിയായ ഇവൻ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മണയെ അപഹരിച്ചിരിക്കുന്നു. ബധ്നീതേമം ദുർവിനീതം കിം കരിഷ്യന്തി വൃഷ്ണയ യേസ്മൽ പ്രസാദോപചിതാം ദത്താം നോ ഭുഞ്ജത്തെ മഹീം. ദുർവിനീതം ഇമം ബധ്നീത, വിനയമില്ലാത്ത വിനീതനല്ലാത്ത ഇവനെ ഉടനെ തന്നെ പിടിച്ചുകെട്ടു. വൃഷ്ണയ കിം കരിഷ്യന്തി, വൃഷ്ണികൾ നമ്മളെ എന്തു ചെയ്യും? യേ അസ്മൽ പ്രസാദോപചിതാം, ആരാണോ നമ്മുടെ അനുഗ്രഹം കൊണ്ട് ആ അഭിവൃദ്ധി പ്രാപിച്ചതും നമ്മളാൽ ദത്താം, നമ്മളാൽ ദാനം ചെയ്യപ്പെട്ട മഹീം ഭുഞ്ചതെ, ഭുജിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയെ. ഇവര് യയാതിയുടെ ശാപം കൊണ്ട് രാജ്യാധികാരമില്ലാത്ത ആളുകളാണ്. ആ വൃഷ്ണികൾ നമ്മുടെ അനുഗ്രഹം കൊണ്ട് സമൃദ്ധി പ്രാപിച്ചു, നമ്മൾ അവർക്ക് ദാനം ചെയ്ത ഭൂമി അനുഭവിക്കുന്നു. നമ്മൾ രാജാക്കന്മാരാക്കി മാറ്റിയത് കൊണ്ട് ഇപ്പൊ അവർക്ക് കുറച്ച് അഹങ്കാരം വന്നിരിക്കുന്നു. ദുഷ്ടനായി ഇവനെ പിടിച്ച് ബന്ധിക്കുക. ഇവന്റെ ബന്ധുക്കളായിരിക്കുന്ന വൃഷ്ണികൾ വന്ന് നമ്മളെ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്കത് കാണാം. നിഗൃഹീതം സുതം ശ്രുത്വാ യദ്യേഷ്യന്തീഹ വൃഷ്ണയാ ഭഗ്നദർപ്പ ശമം യാന്തി പ്രാണ ഇവ സുസംയത. സുതം നിഗൃഹീതം, ഈ പുത്രനെ സാമ്പനെ ബന്ധിച്ചു എന്ന് കേട്ടിട്ട് ശ്രുത്വ വൃഷ്ണയ, വൃഷ്ണികൾ ഇഹ ഏഷ്യന്തി യതി, ഇവിടേക്ക് വരുന്നു എങ്കിൽ സുസംയത, അടയ്ക്കപ്പെട്ട പ്രാണായിവ, പ്രാണങ്ങൾ എന്നതുപോലെ ഭഗ്നദർപ്പ, ഭഞ്ജിക്കപ്പെട്ട അഹങ്കാരത്തോടു കൂടിയവരായി ശമം യാന്തി, ശമത്തിലേക്ക് എത്തിച്ചേരും. അവരുടെ അഹങ്കാരമൊക്കെ ശമിക്കും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ. പ്രാണായാമം കൊണ്ട് അടക്കപ്പെട്ട പ്രാണങ്ങൾ എന്നതുപോലെ ഇവരുടെ അഹങ്കാരവും അടക്കപ്പെടും നമ്മളുടെ അടുത്ത് വന്ന് യുദ്ധത്തിന് വന്നാൽ. ഇതി കർണ ശലോ ഭൂരിർ യജ്ഞകേതുസുയോധന സാംബമാരേഭിരേ ബദ്ധും കുരുവൃദ്ധാനുമോദിത. കുരുവൃദ്ധാനുമോദിത, കൗരവ വൃദ്ധന്മാര്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ അനുമോദിച്ചത് കൊണ്ട് സാംബനെ ബന്ധിക്കാൻ അവര് ആരംഭിച്ചു. ആരൊക്കെയാ? കർണൻ, ശലൻ, ഭൂരിശ്രവസ്, യജ്ഞകേതു, സുയോധനൻ തുടങ്ങിയവര്. അവർ നിശ്ചയിക്കുകയും ആ കൗരവരിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഈ സമയത്തോ ദൃഷ്ട്വാനുധാവത സാംബോ ധാർത്തരാഷ്ട്രാൻ മഹാരഥ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹ ഇവൈകല. മഹാരഥ സാംബ, മഹാരഥനായ യുദ്ധവീരനായ ആ സാംബൻ അനുധാവത, പിന്നാലെ വരുന്ന ധാർത്തരാഷ്ട്രാൻ, ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടിട്ട് രുചിരം ചാപം, നല്ല മനോഹരമായ ഒരു വില്ലിങ്ങടെ എടുത്തിട്ട് പ്രഗൃഹ്യ ഏകലഹ, ഒറ്റയ്ക്ക് സിംഹ ഇവ, സിംഹം എന്നതുപോലെ നിന്നു എന്നാണ്. നിരവധി മൃഗങ്ങൾ തന്റെ നേർക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു സിംഹം ധൈര്യത്തോടു കൂടി നിൽക്കുക, അതേപോലെ അവിടെ സാമ്പൻ നിന്നു. തം തേ ജിഘൃക്ഷവ ക്രുദ്ധാസ്തിഷ്ഠതിഷ്ഠേതി ഭാഷിണ ആസാദ്യ ധന്യുനോ ബാണൈ കർണാഗ്രണ്യ സമാഗിരൻ. കർണാഗ്രണ്യ, കർണനാകുന്ന ആ അഗ്രണിയോടുകൂടി, മുമ്പിൽ കർണനാണ്. അവര് തം ജിഘൃക്ഷവ, സാമ്പനെ പിടിക്കാൻ ആഗ്രഹിച്ചിട്ട്, ക്രുദ്ധ, ദേഷ്യപ്പെട്ട്, തിഷ്ഠ തിഷ്ഠ ഇതി, നിൽക്ക് നിൽക്ക് എന്ന് പറയുന്നവരായി, ധന്യുനഹ ആസാദ്യ ബാണൈ സമാഗിരൻ, അവിടെ ആ വില്ലുകൾ എടുത്ത് അതിലൂടെ ബാണങ്ങൾ വർഷിച്ചു സാമ്പന് നേരെ. അവരെല്ലാവരും
ഒരേ സമയത്ത് സാമ്പന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. സോപവിദ്ധ കുരുശ്രേഷ്ഠ കുരുഭിർയതു നന്ദന നാമൃഷ്യ ചിന്ത്യാത്ഭ സിംഹ ക്ഷുദ്രമൃഗൈരിവ. അല്ലയോ കുരുശ്രേഷ്ഠ, കൗരവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷത്തെ അങ്ങയുടെ പൂർവികന്മാരായിരിക്കുന്ന ആ ദുര്യോധനാദികൾ ഇങ്ങനെ ശരവർഷം ചെയ്തു. പക്ഷേ കുരുഭി അപവിദ്ധ, നാലു ഭാഗത്തു നിന്നും മുറിവേൽപ്പിക്കപ്പെട്ടവനും അചിന്ത്യാത്ഭ, അചിന്ത്യന്റെ പുത്രനുമായ ശ്രീകൃഷ്ണന്റെ പുത്രനായ സാ യദുനന്ദന, ആ യദുനന്ദനൻ ക്ഷുദ്രമൃഗൈ സിംഹ ഇവ ന അമൃഷ്യൽ. നിസാര മൃഗങ്ങൾ വരുമ്പോ സിംഹം എന്നതുപോലെ, ആ ഉപദ്രവത്തെ സഹിക്കാത്ത സിംഹം എന്നതുപോലെ അവർ ചെയ്ത പരിഭവത്തെ സഹിച്ചില്ല എന്ന് തന്നെയല്ല, വിസ്ഫൂർജ്യ രുചിരം ചാപം സർവാൻ വിവ്യാധസായകൈ കർണാദീൻ ഷഡ്രധാൻ വീരസ്താവദ്ഭിർയുഗപത് പൃഥക്. രുചിരം ചാപം, ആ മനോഹരമായ ഞാൻ വലിച്ചു കെട്ടിയ ആ വില്ലിനെ വിസ്ഫൂർജ്യ, അതിൻ്റെ ആ ഞാനിങ്ങോട്ട് വലിച്ചു വിട്ടപ്പോൾ ഒരു ടങ്കാര ശബ്ദിപ്പിച്ചിട്ട് ശൂരനായ വീരനായ ആ സാമ്പൻ കർണാദീൻ ഷഡ്രഥാൻ, കർണൻ മുതലായ 6 പേരെയും അവരുടെ തേരുകളെയും എല്ലാവരെയും സർവാൻ താവത് ഭീസായകൈ, അത്രയും ബാണങ്ങൾ കൊണ്ട് വെവ്വേറെ യുഗപത് വിവ്യാധ, അവരെ മുഴുവൻ 6 തേരുകള് 6 ബാണങ്ങളെ കൊണ്ട് അതിലുള്ള കർണാദികളാകുന്ന 6 പേരെയും ഒരേ സമയം അവിടെ ദാ മുറിവേൽപ്പിച്ചു എന്നാണ്. ചതുർഭിശ്ചതുരോ വാഹാനേകൈകേന ച സാരഥിൻ രഥിനശ്ച മഹേശ്വാസാംസ്തസ്യ തൽത്തേഭ്യ പൂജയൽ. ഇവിടെ ചതുർഭി, 4 കൊണ്ട് ചതുരവാഹാൻ, 4 കുതിരകളെയും ഏകൈകേന ഓരോന്നുകൊണ്ട് സാരഥീൻ ച തേരാളികളെയും മഹേശ്വാസാൻ വില്ലാളി വീരന്മാരായ രഥികളായിരിക്കുന്ന 6 പേരെ തസ്യ അവന്റെ ആ കർമ്മത്തെ അവർ അഭ്യപൂജയൻ, അതിനെ അഭിനന്ദിക്കേണ്ടി വന്നു അവർക്ക് എന്നാണ്. 4 ബാണങ്ങൾ കൊണ്ട് 4 കുതിരകളെ, 1 ബാണം കൊണ്ട് എല്ലാ സാരഥികളെയും, മറ്റൊന്നുകൊണ്ട് വില്ലാളികളിരിക്കുന്ന ആ രഥത്തെയും ആ രഥത്തിലിരിക്കുന്ന 6 പേരെയും എയ്തു. ഇത്രയും വേഗം ബാണം പ്രയോഗിക്കണ കണ്ടപ്പോ സത്യത്തിൽ സാമ്പനെ അവർ ബഹുമാനിച്ചു. തം തു തേ വിരഥം ചക്രുശ്ചത്വാരശ്ചതുരോഹയാൻ ഏകസ്തു സാരഥിം ജഘ്നേ ചിച്ഛേദാന്യശരാസനം. അവരോ 6 പേരുണ്ട്. അവര് ആ സാമ്പനെ വിരഥം ചക്രു, തേരില്ലാത്തവനാക്കി, ചത്വാര 4 പേർ, ചതുര ഹയാൻ 4 കുതിരകളെ കൊന്നു, ഒരാള് സാരഥിയെ കൊന്നു, മറ്റൊരാൾ ശരാസനം വില്ലിനെ മുറിച്ചു. ഒരു ബാലന്റെ അടുത്ത്, ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് 6 പേര് യുദ്ധം ചെയ്താൽ എങ്ങനെയായാലും ജയിക്കാൻ എളുപ്പമല്ല. കർണാദികളാകുന്ന 6 പേര് കൂടിയാണ് ആ സാമ്പനെ തേരില്ലാത്തവനാക്കിയത്. തേര് നശിപ്പിച്ചു, 4 കുതിരകളെ കൊന്നു, സാരഥിയെ കൊന്നു, വില്ലും മുറിച്ചു എന്ന് പറയുന്നു. എന്നിട്ടോ തം ബദ്ധ്വാ വിരധീകൃത്യ കൃച്ഛേണ കുരവോ യുധി കുമാരം സ്വസ്യ കന്യാം ച സ്വപുരം ജൈനോ വിശൽ. കുരവഹ, കുരുക്കൾ, കൃച്ഛേണ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്, യുധി തം ബദ്ധ്വ യുദ്ധത്തിൽ അവനെ ബന്ധിച്ചിട്ട്, വിരധീകൃത്യ രഥമില്ലാത്തവനാക്കി, ആ കുമാരനെയും സ്വസ്യ തന്റെ ദുര്യോധനന്റെ കന്യകയെയും സ്വപുരം നീത്വ രാജധാനിയിലേക്ക്, ആ ഹസ്തിനപുരിയിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. അപ്പൊ ദുര്യോധനാദികളൊക്കെ ജയഘോഷത്തോടുകൂടി രാജധാനിയിലേക്ക് തിരിച്ചെത്തി, സാമ്പനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ലജ്ജാവഹമാണ്. കാരണം എന്താ, 6 പേര് കൂടി ഒരു ചെറിയ ബാല്യക്കാരനെ അല്ലെങ്കിൽ ആ യൗവനത്തിലേക്ക് എത്തിയ ഒരാളെ ഇങ്ങനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഏതായാലും അവര് തോൽപ്പിച്ചു. വിവരമറിഞ്ഞ് ഭഗവാൻ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. ആ രംഗങ്ങളാണ് നമ്മളിനി നാളെ അനുസ്മരിക്കുക. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ
സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.